43 കൊല്ലത്തിന് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നതും ഓടരുതമ്മാവ് ആളറിയാമെന്ന് പറഞ്ഞ സിനിമയിൽ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഫസ്റ്റിൽ തന്നെ കൈ കൊടുക്കുന്ന ആ ബന്ധം ഞാൻ ഫോൺ വിളിക്കുന്നത് വരെ കാത്തു സൂക്ഷിച്ചു. ഒരിക്കൽ പോലും അദ്ദേഹം ഈ സിനിമ എടുത്ത് അതിനകത്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്ന മേഖലയാണ്. അദ്ദേഹം എഴുതിയ സിനിമയിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ ഒരു പ്രാവശ്യം പോലും അദ്ദേഹം എന്നെ ഏതെങ്കിലും തരത്തിൽ മുഖമൊന്ന് ചുളിച്ച് സംസാരിച്ചിട്ടില്ല. അത്രമാത്രം ഒരു സംശുദ്ധമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ്. ഈ കഴിഞ്ഞ ആഴ്ചയും ഞാൻ ടീച്ചറുടെ അടുത്ത് ചോദിച്ചു, അവിടെ നമ്മുടെ ഹീറോ അവിടെ ഒരു ചർച്ചയിലാണ്. നമ്മുടെ എന്താണ്, ഒരു സ്ക്രിപ്റ്റിന്റെ ചർച്ചയിലാണ്. ആര് സ്ക്രിപ്റ്റുമായിട്ട് വന്നാലും തന്നാൽ കഴിയുന്ന തരത്തിൽ അവരെ സഹായിക്കുക, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ഇതൊക്കെ പുള്ളിയുടെ വലിയ ലഹരിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ സിനിമ കഥ പറയുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കഥയെല്ലാം ഉറപ്പിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഇതിന്റെ പ്രൊഡ്യൂസർമാരാണ്, നിന്നെ പോലെ തന്നെ അവകാശം എനിക്കുണ്ട്, എന്നെ പോലെ തന്നെ അവകാശം നിനക്കുണ്ട് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട 2 റോളുകളാണുള്ളത്. ഒന്ന് ബാർബർ ബാലൻ, 2 സൂപ്പർ സ്റ്റാർ അശോക് രാജ്. അശോക് രാജിന്റെ റോളും നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ല, അത് മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും ഒരാൾ ചെയ്യണം. പിന്നെ ഉള്ളത് ബാർബർ ബാലന്റെ റോളാണ്. ബാർബർ ബാലനെ ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൗന്ദര്യമില്ലാത്ത പാവപ്പെട്ട ഒരാളായിട്ടുള്ള ദരിദ്രനായ പട്ടിണി പാവമാണ്, ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു ചെറിയ കുടിസ് ബാർബർ ഷോപ്പിൽ ഒരു ചെറിയ ഒടിഞ്ഞ കസേരയുമായിട്ടിരിക്കുന്ന, കാഴ്ചയിൽ തന്നെ ഏറ്റവും ദുർബലനായ, ഒരു സൗന്ദര്യവും ഒരു ഓജസ്സും ഇല്ലാത്ത ഒരാൾ വേണമെങ്കിൽ ആ റോള് നിനക്കെടുക്കാം. അത്രയും പറഞ്ഞതിന് ശേഷം കാര്യം ഈക്വൽ അവകാശമാണ്. അപ്പം ഞാൻ പറഞ്ഞു, കഥ ഞാൻ വായിച്ചതാണല്ലോ, പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്നെ ഈ തരത്തിലൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, സൗന്ദര്യമില്ലാത്ത ആളും ഇങ്ങനെ ദരിദ്രനായിട്ടൊക്കെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ മേക്കപ്പിന് ഒരുപാട് കാശ് ചെലവാകും. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ അതിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു ജീവിതം 43 കൊല്ലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് സത്യൻ പറഞ്ഞതുപോലെ അദ്ദേഹമൊന്നും വിട്ടുപോകാൻ പറ്റത്തില്ല. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും ട്രോളുകളും കഥകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ നമ്മളെ കൂടുതൽ ജോൺസൺ മാസ്റ്ററുടെ സംഗീതം പോലെ ഇദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളും ഡയലോഗുകളും എല്ലാം ഇങ്ങനെ വീണ്ടും തികട്ടി വന്ന് അത് തലമുറകളോളം നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ച് കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്.